പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വർത്തമാനം ആരംഭിക്കാം. കാരണം ഇന്ന് എൻ്റെ കൂടെ CPMൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മെയ് 20-നാണ് സതീശൻ്റെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത്. ഇന്നിപ്പോൾ ജൂൺ 11, കൃത്യം 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സർക്കാർ എന്ന് ചോദിച്ചപ്പോൾ ആ സഖാവ് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നോട് പറഞ്ഞ വർത്തമാനം നിങ്ങൾ കേൾക്കണം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ സഖാവ് പിണറായി വിജയൻ്റെ അടുത്ത് കിണറ്റിലിടാൻ തോന്നും. എങ്ങനെയുണ്ട്? CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാൾ എന്നോട് സ്വകാര്യമായി പറഞ്ഞതാണ്. ഞാനിതിങ്ങനെ വിളിച്ചു പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ ഒരു സ്വകാര്യമായി പറഞ്ഞ കാര്യം ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് പറയാമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. ഒരു പെരുന്നാളിനുള്ള ആളുണ്ട് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ, ആര് വേണമെങ്കിലും ആവട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ദോഷമൊന്നും വരാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഞങ്ങൾ സംസാരിക്കാനുള്ള കാരണം കേരളത്തിൽ 3290 ഓർഡിനറി ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. പ്രിയദർശിനി പദ്ധതി എന്ന പേരിൽ സതീശൻ്റെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കുകയാണ്. അതിൻ്റെ 800 കോടി രൂപ ചിലവുണ്ട്. അതിനു വേണ്ടിയിട്ട് വേണ്ടുന്ന പണം KSRTCയുടെ പ്രതിമാസ നടത്തിപ്പിനുള്ള പണത്തിന് പുറകെ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള വർത്തമാനത്തിനിടയ്ക്കാണ് സഖാവ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ സതീശൻ അധികാരത്തിൽ വന്നിട്ട് 20 ദിവസമായിട്ടുള്ളൂ. 20 ദിവസം കൊണ്ട് സതീശൻ്റെ സർക്കാരിനെ കുറിച്ച് ഏതാണ്ട് ഇങ്ങനൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ സതീശൻ അതിൻ്റെ ആളായോ എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമായി ചോദ്യം, ഭരണം മാറിയതുകൊണ്ട് നിങ്ങളുടെ നിലപാട് മാറിയോ? അങ്ങനെയൊന്നും അല്ലെന്നേ. നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾ പറയണം. സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രകടമായ മാറ്റം ഒന്ന് റോഡിലിറങ്ങി ഇന്നറിയാം. പിണറായി വിജയൻ പോകുന്ന 40 വണ്ടിയുടെ അകമ്പടിയോടെയാണ്. ഞാനൊക്കെ സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്. ആ കടയുടെ വാതിക്കൽ പിണറായി വിജയൻ്റെ നവകേരള യാത്ര പോകുന്ന അന്ന് ആ കടയിൽ വന്നിട്ട് പോലീസുകാർ പറഞ്ഞു, കട അടയ്ക്കണം, നവകേരള യാത്ര ഇതിലേ പോകുന്നുണ്ട്, കട തുറക്കാൻ പാടില്ല. ചായക്കട. എങ്ങനെയുണ്ട്? പിണറായി വിജയൻ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കറുത്ത ഉടുപ്പിട്ട് റോഡിൽ നിൽക്കാൻ പറ്റില്ല, കറുത്ത ശീലയുള്ള കുട പോലും കൊണ്ടു നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഒരു 10-15 വർഷം കഴിഞ്ഞ് ഇതൊക്കെ വായിക്കുന്ന അന്നത്തെ കുട്ടികൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പരമപുച്ഛം തോന്നും. ഇങ്ങനെ ഇതെന്ത് രാജഭരണമോ അതോ കിരാത ഭരണമോ? അങ്ങനെയല്ലേ പിണറായി പോയിരുന്നത്. ഇപ്പോൾ നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സതീശൻ മുന്നിലും പിന്നിലും ഓരോ കാറുകളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ 20 ദിവസത്തിനിടയ്ക്ക് ഒരു മാക്കാനും പിടിച്ചില്ല. പിണറായി വിജയനും ഇപ്പോൾ പഴയ കറുത്ത കാറും അകമ്പടിയൊക്കെ ഒഴിവാക്കിയിട്ട് നടക്കുന്നുണ്ട്. പുള്ളിയെ ആരും ഒന്നും ചെയ്തില്ല. വേണമെങ്കിൽ കഴിഞ്ഞ 5 വർഷവും അങ്ങനെ നടക്കാമായിരുന്നു പിണറായി വിജയന്. അങ്ങനെയല്ല, ഞാൻ കേരള രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് സ്വയം തോന്നി. മറ്റുള്ളവരെ കൊണ്ട് ധരിപ്പിക്കണമല്ലോ, ബോധ്യപ്പെടുത്തണമല്ലോ, അവരെ അനുഭവിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി പിണറായി അങ്ങനെ സഞ്ചരിച്ചു. ഇനി എവിടെ നിൽക്കട്ടെ, ഞാൻ സതീശൻ്റെ സർക്കാർ തുടക്കം മുതലെടുത്ത കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വലിയ കൊള്ളയുടെ കാര്യം പറയാം. നമ്മൾ പെട്രോളും ഡീസലും അടിക്കുന്നുണ്ടല്ലോ അല്ലേ? ബൈക്കിലടിക്കുന്നുണ്ട്, കാറിലടിക്കുന്നുണ്ട്, എല്ലാ വാഹനങ്ങളിലും അടിക്കുന്നുണ്ട്. അതിന് 1 രൂപയുടെ സെസ് ഉണ്ട്. അതായത് ടാക്സിന് പുറമെ 1 രൂപ സെസ്സും കൂടെ കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെസ് ആരാ കൊണ്ടുപോകുന്നറിയോ? നേരിട്ട് നിങ്ങൾ കരുതും സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ്. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ആയിരുന്നില്ല. അത് പൊയ്ക്കൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ കാലത്ത് CPM ഉണ്ടാക്കിയ ഒരു ഉഡായിപ്പ് കമ്പനിയായ കിഫ്ബിയിലേക്കായിരുന്നു. ഓരോ ലിറ്റർ അടിക്കുമ്പോഴും 1 രൂപ വീതം പോകുന്ന കിഫ്ബിയിലേക്കായിരുന്നു. നമ്മൾ മോട്ടോർ വാഹന നികുതി അടയ്ക്കുന്നുണ്ട്. മോട്ടോർ വാഹന നികുതി നേരിട്ട് പോകുന്നത് കിഫ്ബിയിലേക്കായിരുന്നു. അങ്ങനെ 2016 മുതൽ 2023 വരെ കിഫ്ബിക്ക് എത്ര രൂപ കിട്ടിയെന്നറിയോ? 22,000 കോടി രൂപ. എന്നിട്ട് കിഫ്ബി ഒരുപാട് പദ്ധതി നടപ്പാക്കും. സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, തോടുണ്ടാക്കുന്നുണ്ട്, പാലം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ഇവർ പറയും. പക്ഷേ ഈ പണി മുഴുവൻ ചെയ്യുന്ന ആരെന്നറിയോ? ഊരാളുങ്കൽ. ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? CPMൻ്റെ ഒരു പോഷക സംഘടന, DYFI പോലത്തെ ഒരു സാധനം പോലെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക ഊരാളുങ്കലിനെ. അവർക്കൊരു കൊട്ടേഷനും വേണ്ട, ഒന്നുമില്ല, നേരിട്ട് അവർക്ക് വർക്ക് കൊടുക്കും. ആ പൈസ ലാഭം ആർക്ക് പോകും? CPMന് പോകും. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് കിഫ്ബി എന്ന് പറയുന്നത് വേറെ സംവിധാനമാണ്, അതിൻ്റെ കണക്കുകളൊന്നും കേന്ദ്രം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കേന്ദ്രത്തിൻ്റെ കണക്കപ്പിള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മത്സരപിടുത്തമൊക്കെ നടത്തി. കിഫ്ബി ലോകം മുഴുവൻ നടന്നിട്ട് വായ്പ എടുക്കും. ഈ വായ്പ കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ അല്ല,
അവസാനം കേന്ദ്രം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ല, കിഫ്ബി വായ്പ എടുത്തിട്ടുണ്ടെങ്കിലും അതും കേരള സർക്കാരിൻ്റെ കടമായിട്ട് തന്നെ കൂട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ പോയതിന് ശേഷം, സതീശൻ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, എടുക്കാൻ പോകുന്ന തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ധനത്തിൽ നിന്ന് കിട്ടുന്ന 1 രൂപയുടെ നികുതി നേരിട്ടിനി കിഫ്ബിക്ക് പോകില്ല, സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരും. മാത്രമല്ല, മോട്ടോർ വാഹന നികുതി ഇനത്തിൽ ഒരു വർഷം പിരിച്ചെടുക്കുന്ന 3200 കോടി രൂപയും നേരിട്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരും. സഖാക്കന്മാർ കൈയിട്ട് വാരിയിരുന്ന കലാപരിപാടി നടത്തി. അടിക്കണ്ടേ സതീശന് വേണ്ടി ഒരു കൈ അടിക്കണം. കൈയടിക്കേണ്ട കാര്യം കൈയടിക്കണം എന്ന് തന്നെ പറയണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. ഇനി നോക്കൂ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലി. കേന്ദ്ര സർക്കാർ ദേശീയ ഗാനത്തിൻ്റെ പദവിയിലേക്ക് വന്ദേ മാതരത്തെ കൊണ്ടുവന്നപ്പോഴോ ഞങ്ങളത് പാടത്തില്ല, പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സമരത്തിന്, ഒരു യുദ്ധത്തിന്, ഒരു പോരാട്ടത്തിന് സതീശൻ പോയില്ല. നിയമസഭയിൽ നയപ്രഖ്യാപനം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഗവർണറെ കൊണ്ട് വായിപ്പിക്കുമെന്നുള്ള വാശി പിടിച്ചില്ല. അവിടെയും വന്ദേ മാതരം പാടി. ഇപ്പോൾ വേണമെങ്കിൽ അതിന് ചില ആളുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, സതീശൻ്റെ മുണ്ട് പൊക്കി നോക്കിയാൽ കാക്കി ട്രൗസർ കാണും എന്ന്. അങ്ങനെയല്ലെന്നേ. സതീശനെ സംബന്ധിച്ച് സതീശൻ്റെ 20 ദിവസങ്ങൾ എടുത്തു വെക്കുമ്പോൾ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം നല്ല ഒരു ദിശാബോധത്തോടെ സതീശൻ മുന്നോട്ട് പോകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PM ശ്രീ പദ്ധതി എന്താ സർക്കാർ ചെയ്യുന്നത്? കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അതിൻ്റെ കാശും മേടിച്ച് വെച്ചിരിക്കുകയാണ്. നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർജവത്തോടെ വിളിച്ചു പറയുന്നു. കൈയടിക്കണ്ടേ? എന്തിന്? ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മളൊക്കെ വണ്ടി ഓടിച്ചും കാൽനടയായും ഒക്കെ റോഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടി വന്ന് നമ്മളെ തട്ടി നമുക്കൊരു അപകടം പറ്റിയാൽ ഏതൊരു ആശുപത്രിയിലും, പ്രൈവറ്റ് ആശുപത്രി ആവട്ടെ, ഗവൺമെൻറ് ആശുപത്രി ആവട്ടെ, എവിടെയും 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയുണ്ട്. പിണറായി വിജയൻ നടപ്പാക്കാത്തതിൻ്റെ കാര്യം എന്നറിയോ? ഇതുപോരാ, 5 ലക്ഷം വേണം. 5 ലക്ഷം ആയിട്ടേ ഞങ്ങൾ നടപ്പാക്കുള്ളൂ. അതുവരെ 1.5 ലക്ഷം കിട്ടുന്നത് വേണ്ട എന്ന് വെച്ചിട്ട് 5 ആയാലേ പറ്റുള്ളൂ. എങ്കിലല്ലേ 5 ലക്ഷം വെച്ച് കിട്ടിയാലേ യുവമാർക്ക് പുട്ടടിക്കാൻ പറ്റുള്ളൂ. സതീശൻ്റെ സർക്കാർ പറഞ്ഞു ആ പദ്ധതി നടപ്പാക്കാൻ പോവാ. 5 ലക്ഷം ആവുന്ന കാലത്താവട്ടെ, പക്ഷേ പാവപ്പെട്ട മനുഷ്യന് സഹായം കിട്ടുന്ന ഒരു പദ്ധതി കേന്ദ്രത്തിൻ്റെ ആണെന്ന് വെച്ച് നടപ്പാക്കാൻ പറ്റുമോ? നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഇനിയുണ്ട്, പിണറായി വിജയൻ നടപ്പാക്കാതെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അട്ടത്ത് വെച്ച പദ്ധതിയുണ്ട്. ബംഗാളിൽ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായപ്പോൾ സുവേന്ദു അധികാരി നടപ്പാക്കി. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന 5 ലക്ഷം രൂപ വരെ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയില്ല. സതീശൻ നടപ്പാക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കേന്ദ്രം ചെലവഴിക്കുന്ന പണവും ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം തന്നെയാണ്, തർക്കമില്ല അതിൽ. പക്ഷേ അത്തരം ഒരു പദ്ധതി വരുമ്പോൾ അത് മോദി സർക്കാർ നടപ്പാക്കുന്നതാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടാതിരിക്കുന്നൊരു സാഹചര്യം ഈ കമ്മ്യൂണിസ്റ്റ് വൈതാളികർ കഴിഞ്ഞ 10 വർഷം ഉണ്ടാക്കി വെച്ചു. നടപ്പാക്കണം കേരളത്തിൽ. സതീശൻ അത് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് അല്ലേ? പിന്നെ ധവളപത്രം കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പറഞ്ഞു, വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലെ സർക്കാർ ചെയ്യുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ രാവിലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു. അതായത് ബാങ്കിൽ ജോലിയുള്ള ശോശാമയ്ക്ക് 96,000 രൂപ ശമ്പളം, സൗജന്യ യാത്ര. സ്കൂളിൽ പഠിക്കുന്ന ടുൻറ്റുമോന് 110 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. എന്തിനേയും വിമർശിക്കാനിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഏറ്റവും ഈ സൗജന്യ യാത്രാ പദ്ധതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് CP ജോൺ പറഞ്ഞൊരു മറുപടിയാണ്. CP ജോൺ പറഞ്ഞു, എന്താണ്, പാവങ്ങൾക്ക് വേണ്ടി മാത്രമായി, ദാരിദ്ര്യരേഖയ്ക്ക് വേണ്ടി താഴെയുള്ളവർക്ക് മാത്രമായി ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും വേണ്ടി നടപ്പാക്കാൻ തീരുമാനിച്ചു, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി. കാരണം അതല്ലാതെ BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ സ്ത്രീ ബസ്സിൽ കയറി എല്ലാവരുടെയും മുന്നിൽ എപ്പോഴും പറയണം, ഞാൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു സെൽഫ് എസ്റ്റീം, അവരുടെ ആത്മാഭിമാനത്തെ, ഒരാൾ ദരിദ്രനായി പിറക്കുന്ന അയാളുടെ കുറ്റം കൊണ്ടല്ല, ലോകത്തിൻ്റെ മുന്നിൽ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുന്നിൽ ഞാൻ ദരിദ്രയാണ് എന്ന് ഒരു സ്ത്രീയെ കൊണ്ട് നിരന്തരം പറയിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയില്ല എന്നതാണ് സതീശൻ സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏറ്റവും വലിയ ലക്ഷ്യബോധം എന്ന് CP ജോൺ പറഞ്ഞത് കേട്ട് ഞാൻ കൈയടിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാജ്യത്തിനും നാട്ടുകാർക്കും ഗുണമുണ്ടാകുന്ന ഏത് കാര്യത്തിൻ്റെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ്. 20 ദിവസം, സതീശൻ്റെ 20 ദിവസം മതി നേരത്തെ സഖാവ് പറഞ്ഞ പോലെ പിണറായി വിജയനെ എടുത്ത് കിണറ്റിലിടാൻ. കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിലുണ്ടായിരുന്ന ഒരൊറ്റ മന്ത്രിക്കും
ചിന്തിക്കാൻ കഴിയാത്ത ഉന്നതമായ ബോധം, പൗരബോധം, സമാജബോധമാണ് CP ജോൺ ആ പറഞ്ഞ വാക്കിലുള്ളത്. ഒരു സ്ത്രീയെ ഞാൻ ദരിദ്രയാണ് എന്ന് എല്ലാ ദിവസവും പറയിപ്പിക്കുക എന്നതിനേക്കാളും അപമാനകരമായി മറ്റൊന്നുമില്ല. ഇപ്പോൾ KSRTCയുടെ അവസ്ഥ, KSRTCയിൽ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ ബസ്സിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓർഡിനറി മാത്രമാക്കി എന്ന്. എന്തിനേയും ഏതിനേയും വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് വേണേൽ അത് പറയാം. സതീശൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി ബസ്സുകളിൽ കൂടി വ്യാപിപ്പിക്കുന്ന കാര്യം താമസം പിന്നെ ആലോചിക്കും. ഇത് ഒരു പദ്ധതി എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി നടപ്പാക്കേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം. കേരളത്തിൽ 3290 ഓർഡിനറി ബസ്സുകളുണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പും ടൗൺ ടു ടൗണും ഒക്കെ ആയിട്ട്. ഭൂരിപക്ഷം ബസ്സുകളും അതാണ്, അല്ലാതെ സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസ്സും മിന്നലും ഒന്നും അല്ല കൂടുതലുള്ളത്. അവയുടെയൊക്കെ കണക്ക് വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം ബസ്സുകളിലും ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് വളരെ ശുഭകരമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് നല്ലത് തന്നെയാണ്. സർക്കാരിൻ്റെ പോക്ക് വളരെ പോസിറ്റീവാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതാണ്. സതീശൻ സർക്കാർ പശകുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായും അതിനെ അക്കമിട്ട് എണ്ണി 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 നമ്മൾ പറയുക തന്നെ ചെയ്യും. പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ നല്ലതല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കണ്ടു. BJPയുടെ MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി സതീശനെ പോയി കാണുന്നു. സഖാക്കൾ പറയുകയാണ്, കണ്ടില്ലേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്നു, പിണറായി വിജയൻ്റെ കാലത്ത് 10 വർഷക്കാലം ഇത് നടക്കില്ലായിരുന്നു. ഇവനൊക്കെ മരയൂള എന്ന് വിളിച്ചാൽ പോലും ആ വാക്ക് തികയത്തില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷൻ എന്ന നിലയ്ക്കല്ല, MLA എന്ന നിലയിലാണ്. MLAമാർ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കാണാൻ MLAക്ക് പോയിക്കൂടെ? അതിനെപ്പോലും വളച്ചൊടിച്ച് നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടാക്കുന്ന ഈ അന്തം കമ്പികളുടെ ചൊറിച്ചിലുണ്ടല്ലോ, ഇനി കാണാനിരിക്കുന്നുള്ളൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരാഴ്ച പോലും പൂർത്തിയാക്കാൻ കാത്തിരിക്കാതെ SFI എന്ന് പറയുന്ന വാനരസേനയെ തെരുവിലിറക്കി കലാപം നടത്തി രാജ്യത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ച തെമ്മാടിക്കൂട്ടമാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതുകൊണ്ട് അവരുടെ കൂടെയുള്ള ഒരാൾ എൻ്റെ കൂടെ ഇന്നുണ്ടായിരിക്കുമ്പോൾ സ്വകാര്യമായി പിണറായി വിജയനെ എടുത്ത് കിണറ്റിലിടാൻ 20 ദിവസം കൊണ്ട് സതീശൻ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങളോട് പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറയുകയാണ്, സർക്കാരിൻ്റെ പോക്ക് പോസിറ്റീവാണ്. പക്ഷേ എവിടെ സർക്കാരിന് പെശകുണ്ടാവുന്നോ അവിടെ നമ്മൾ തിരുത്താൻ നമ്മൾ ഇടപെടും. അതാണ് വേണ്ടത്. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന പിറ്റേ ദിവസം മുതൽ അവരെ ഒരു തരത്തിലും അനങ്ങാൻ സമ്മതിക്കാത്ത തരത്തിൽ അവർക്ക് കൂച്ചുബലം കെടുക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആക്ഷേപിക്കുക എന്നൊക്കെ ചെയ്യുന്നത് CPMൻ്റെ രീതിയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതല്ലേ? തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ഭരണം BJP കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവിടെ വെള്ളക്കെട്ട്. തമ്പാനൂരിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് രാജേഷ് മേയറായതിനു ശേഷം മാത്രമാണ്. നോക്കൂ, ഇത്തവണ മഴയ്ക്ക് വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. പക്ഷേ ഇക്കാലം അത്രയും അവിടെ വെള്ളക്കെട്ടുണ്ടായത് എന്തുകൊണ്ടെന്ന് അവർ ഓർക്കില്ല. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ ശുചീകരണം വൈകിപ്പോയി എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ എല്ലാ ഓടകളും വൃത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ അവിടെ ജലസേചന വകുപ്പിൻ്റെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും ഒക്കെ ഒരുപാട് കാനകളും ഒക്കെ ഡ്രൈനേജ് സംവിധാനവും അടഞ്ഞു കിടപ്പുണ്ട്. അത് വൃത്തിയാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ടാവുന്നത്. അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അത്തരമൊരു നിലപാട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായ BJP ഒരിക്കലും സ്വീകരിക്കില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടാക്കിയ കെടുതികളിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ സതീശൻ്റെ സർക്കാർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും രാജ്യദ്രോഹിയൊന്നും ആക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.